സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ നെഗറ്റിവിറ്റിയും അതുപോലെ തന്നെ സൈബർ അറ്റാക്കും നേരിടുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എന്തെങ്കിലും ഇഷ്ടക്കേടുണ്ടായി എന്റെ ചീട്ട് കീറും, അതുകൊണ്ട് ഒച്ചയും ബഹളവും. എന്തൊക്കെയാണ് അളിയ പുതിയ ഉടായ്പ പരിപാടികൾ? ഇപ്പൊ യൂട്യൂബിന്റെ കാര്യം പറയുവാണെങ്കിൽ യൂട്യൂബിൽ നമുക്ക് റവന്യൂ ചിലപ്പോൾ കൂടുതൽ കിട്ടും, ചിലപ്പോ കുറവ് കിട്ടും, ചിലപ്പോ കിട്ടാണ്ട് വരെ ഇരിക്കും. ഇതിപ്പോ അറിയാവുന്നത് എനിക്ക് മാത്രമാണ്. പിന്നെ എന്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാനിത് പാഷനായിട്ട് കാണും. അതേപോലെ തന്നെ എന്റെ ഒരു ഫുൾ ടൈം ജോബും കൂടെ. എനിക്ക് വേറെ ജോബും കാര്യങ്ങളൊന്നും ഇല്ല. ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു പെർമനന്റ് ഇൻകം വേണമല്ലോ സൈഡിൽ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു നമ്മുടെ ഈ കാണുന്ന ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ വെച്ചത്. അയ്യോ, എന്നിട്ട് എന്ത് പറ്റി? മൊത്തത്തിൽ എല്ലാം തകിടം പറഞ്ഞു. ഫിനാൻഷ്യലി ഞാൻ മൊത്തത്തിൽ ഡൗൺ. എന്നിട്ട് ആകെ ഡൗണായി. ഇവനകത്ത് തന്നെ ഇരിക്കുന്നു, വീഡിയോ ചെയ്യുന്നില്ല. തനിക്കറിയില്ല എന്റെ വിഷമം. ഞാനാണ് ഇവനോട് പറഞ്ഞ എന്തായാലും നമുക്കൊരു ജ്യോതിഷം പോയി നമുക്കൊന്ന് കാണാം എന്തായാലും. ഞാൻ ആസ്ട്രോ ടോക്ക് എന്ന് പറഞ്ഞ ഒരു ആപ്പ് ത്രൂ ഒരു ആസ്ട്രോളജറിനെ ഞാൻ പരിചയപ്പെട്ടു കേട്ടാ. ഓ, അതാണ് കാര്യം. ഇപ്പോഴല്ലേ മനസ്സിലായത്. പുള്ളിക്കാരുടെ പേര് എന്ന് പറഞ്ഞ പല്ലവി ഗാരു എന്നാണ്. എന്റെ കമ്പനി വരുന്ന ആദ്യത്തെ മഹാനായ മനുഷ്യനാണ് സാർ. അപ്പൊ ഞാൻ സംസാരിച്ച് ഇത്രേ ഉള്ളൂ. എന്നോട് സംസാരിച്ചപ്പോ തന്നെ എനിക്ക് സത്യം പറഞ്ഞ വിശ്വാസം കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ എന്നോട് അവർ ഇത്രേ ചോദിച്ചുള്ളൂ, എന്റെ ഡേറ്റ് ഓഫ് ബർത്തും ടൈമും ഒന്ന് പറയാൻ പറഞ്ഞു. ഞാനിത് പറഞ്ഞ് അപ്പൊ തന്നെ എന്നോട് ചോദിച്ചതാണ് ഫിനാൻഷ്യലി ഇത്തിരി പ്രശ്നങ്ങളൊക്കെ നേരിടുന്നുണ്ടല്ലേ എന്ന് എന്നോട് ചോദിച്ചു. അതുപോലെ തന്നെ നിങ്ങളുടെ വീട് റിലേറ്റഡ് ആണെന്ന് ചോദിച്ചു. കെട്ടിടവും പരിസരവും കുറച്ച് പഴകിയതാണല്ലോ. എന്റെ ആളെ അപ്പൊ തന്നെ ഞാൻ ഒന്ന് ഇതായി. ഞാൻ ഓർത്തില്ല, കാരണം ഇത് എല്ലാവർക്കും ഒന്നും അറിയത്തൊന്നും ഇല്ലായിരുന്നു. ഭയങ്കരം തന്നെ. പക്ഷെ ഇത് അത് കൂടാണ്ട് കുറെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അവർ പറഞ്ഞു തന്നെ. എന്തൊരു തള്ളാണോ, തള്ളി തള്ളി മുല്ലപ്പെരിയാർ വരെ പൊട്ടിപ്പോ. അങ്ങനെ അവരെ കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവര് 2 സൊല്യൂഷൻസ് ആണ് ഗൈസ് എനിക്ക് പറഞ്ഞു. ഇന്ന് കറുത്ത വാവ്, നാൽക്കാലികളും ഇരുകാലികളും കാമപരവശരാവുന്ന ദിവസം, ശുഭലക്ഷണം. ഒരെണ്ണം ഞാൻ എന്റെ ഫാമിലിയും കൂടെ 9 ദിവസം ഒരു കാര്യം ചെയ്യണം. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞ് സത്യം പറയാലോ ഗൈസ്, ലോൺ സാങ്ഷൻ ആയി. എന്താ അറിയത്തില്ല, ലോൺ സാങ്ഷൻ ആയി. ഞാൻ എന്തായാലും കംപ്ലീറ്റ്ലി ഹാപ്പി ആയി. കക്കാൻ മാത്രമല്ല നിക്കാനും പഠിച്ചവനാ നീ.